ഈശോയുടെ രൂപാന്തരണം, അതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. നമ്മൾ യഥാർത്ഥത്തിൽ നല്ല ശക്തമായ ഒരു ദൈവാനുഭവത്തിന് വേണ്ടി കൂടിയാണ് നമ്മളിവിടെ വന്നു ചേർന്നിരിക്കുക. തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരു പരിശുദ്ധ ബലി അർപ്പിക്കുക എന്നത് ദൈവാനുഭവത്തിൻ്റെ നിമിഷങ്ങളാണ്. ഈ രൂപാന്തരണം, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ദൈവാനുഭവം ഉണ്ടായത്. ഇത് നമ്മളെ സംബന്ധിച്ചൊരു വെല്ലുവിളിയാണ്. ഈ 1 മണിക്കൂർ സമയം നല്ല ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ ആയിരിക്കാൻ. പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവാനുഭവം ഉണ്ടാകുക. പരിശുദ്ധാത്മാവ് ജ്ഞാനസ്നാന വേളയിലും ഈശോയിൽ വന്ന് നിറയുന്നത്, അവിടെയും ലൂക്കാ സുവിശേഷകൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന കാര്യം, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. നമുക്കതുകൊണ്ട് പ്രാർത്ഥന വിടാതെ, പ്രാർത്ഥനയുടെ അരൂപി നഷ്ടപ്പെടുത്താതെ ഈ പരിശുദ്ധ ബലിയിൽ നമുക്ക് പങ്കുചേരാം. കൂടുതൽ ദൈവാനുഭവം ഉണ്ടാകട്ടെ. ഒരു പരിശുദ്ധ ബലി കൊണ്ട് തന്നെ നമുക്ക് ഈ ഈശോയ്ക്കുണ്ടായ ഒരു അനുഭവം ഉണ്ടാകാൻ ദൈവം ഇടവരുത്തും.